Dr. Pramod's Institute of Sexual Medicine and Urology clinical psychologist and sex therapist Dr. K. Pramod. ഞാൻ 55 വയസ്സുള്ള പുരുഷനാണ്. 55 എനിക്ക് ഷുഗർ ഉണ്ട്, ഡയബറ്റീസിന്റെ പ്രശ്നമുണ്ട്. അത് നല്ല ഉദാഹരണം പറഞ്ഞില്ല, ഉദ്ധരിക്കുന്നില്ല. ഇപ്പൊ ഷുഗർ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഷുഗർ തുടങ്ങിയിട്ട് 20 വർഷമായി. 20 വർഷമായി. HbA1c എത്ര ഉണ്ടെന്ന് അറിയാവോ? 3 മാസത്തെ കൺട്രോൾ അറിയുന്ന ടെസ്റ്റ് എത്രയാണെന്ന് അറിയാവോ? അതിന്റെ റിസൾട്ട് 8 ഉണ്ട്. 6 വരെയാണ് നോർമൽ എന്ന് പറയുന്നത്. 6.5 വരെ ആണെങ്കിലും ഓക്കെ. പക്ഷെ 8 എന്ന് പറയുന്നത് ടോട്ടലി അൺകൺട്രോൾഡ് ഡയബറ്റിസ് മെല്ലിറ്റസ് പറയും എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായ പ്രമേഹം. ഇങ്ങനെ ഒരു പ്രമേഹ രോഗം നിയന്ത്രിക്കാതെ പോകുമ്പോൾ താങ്കളുടെ ശരീരത്തിൽ പല അവയവങ്ങൾക്കും, കിഡ്നിയും ഹാർട്ടും ഒക്കെ ഉൾപ്പെടെയുള്ള പല അവയവങ്ങൾക്കും ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ലൈംഗിക ശേഷിയെ കാര്യമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ താങ്കൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നല്ലൊരു ഡയബറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുക. അതോടൊപ്പം സെക്ഷൽ ആയിട്ടുള്ള പ്രോബ്ലം, ഇത് ഈ ഡയബറ്റീസ് എല്ലാം നിന്നതുകൊണ്ട് പെനീസിനകത്തുള്ള ബ്ലഡ് ഫ്ലോയ്ക്കൊക്കെ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ചികിത്സ എന്താണ്, മരുന്നുകൾ എഫക്റ്റീവ് ആകുമോ അതോ മറ്റെന്തെങ്കിലും ഓപ്പറേഷൻ പോലുള്ള ചികിത്സകളാണോ വേണ്ടത്, ഇതെല്ലാം നമ്മൾ പരിശോധിച്ചതിന് ശേഷം എപ്പോഴും ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മരുന്നുകൾ തന്നെയാണ്. അപ്പോൾ മരുന്ന് കഴിച്ച് നോക്കുക. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കൺട്രോൾ ചെയ്ത് എന്തോ ഇൻസുലിൻ എടുക്കുന്നതിന് തെറ്റില്ല. ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ ഒരു മേൽനോട്ടത്തിലാവണമെന്നേ ഉള്ളൂ. പക്ഷേ ഷുഗർ 8 എന്നുള്ളത് കുറയണം. HbA1c 8 ഒത്തിരി കൂടുതലാണ്. അത് കൺട്രോൾ ചെയ്യാൻ പാകത്തിനുള്ള ട്രീറ്റ്മെന്റിലേക്ക് വരണം. എന്തോ ഓക്കെ. അപ്പോൾ നിങ്ങളെ ഷുഗറിന് ചികിത്സിക്കുന്ന ഡോക്ടറോട് തന്നെ ഈ കാര്യങ്ങൾ ആദ്യം ഒന്ന് വ്യക്തമായിട്ടെല്ലാം സംസാരിക്കുക. അദ്ദേഹത്തിന് ഒരു പക്ഷേ താങ്കളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് പറ്റിയില്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇത് സ്പെസിഫിക് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യുന്നിടത്ത് അതിന് വേണ്ട എല്ലാ ടെസ്റ്റുകളും എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിരിക്കും. ശരി, താങ്ക് യു. 20 വർഷമായിട്ട് പ്രമേഹ രോഗമുള്ള ആൾ, ഈ പ്രമേഹം കൊണ്ട് തന്നെ പെനീസിനകത്തുള്ള കോശങ്ങളിൽ ഡാമേജ് വരികയും ആ ബ്ലഡ് അവിടെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കേസ് വരുമ്പോൾ ഡയബറ്റോളജിസ്റ്റിൻ്റെ റോൾ അവിടെയുണ്ട്. പിന്നെ 50 വയസ്സ് കഴിഞ്ഞ ആളാണ്, 20 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്. ചിലപ്പോൾ അനുബന്ധ രോഗങ്ങൾ, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ കൊളസ്ട്രോള് മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവാം, പുകവലി ഉണ്ടാവാം. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കാർഡിയാക് ഇവാലുവേഷൻ കൂടെ വേണം. മികച്ച ആരോഗ്യത്തിലേക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലൈംഗിക ആരോഗ്യം ഉണ്ടെങ്കിൽ മികച്ച ആരോഗ്യം കൈവരിക്കാമെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഘടകങ്ങളുടെ ഇതെല്ലാം ഇൻ്റഗ്രേറ്റഡ് അല്ലേ, ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് അല്ലേ. സെക്ഷൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം, മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആസ്പെക്റ്റിലും ഉള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ നോക്കുന്നത് ഒരാൾ സെക്ഷൽ പ്രോബ്ലമായിട്ട് വരുമ്പോൾ അയാളുടെ ഇറക്ഷനെ അല്ലെങ്കിൽ സെക്സിനെ ശരിയാക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു ലെവലിലുള്ള അനാലിസും ട്രീറ്റ്മെൻറ്റുമാണ് ചെയ്യുന്നത്. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.